ക്രാക്ക് JRFിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. JRF ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ആദ്യകാല ചെറുകഥകളുടെ അവതരണം നടത്തുന്നത് അതിൽ നിന്ന് വരുന്ന വരികൾ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന സംഭാഷണങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനാണ്. കഥ ഒരു പൊട്ടഭാഗ്യം. എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കാലം കുറേയായി. 1000-മതിന് ശേഷമാണ്. സർവേ, സെറ്റിൽമെൻറ്റ് മുതലായ ബാധോപദ്രവങ്ങളെയൊന്നും കേട്ടുകേൾവി കൂടിയില്ല. നികുതി ബാക്കിക്ക് വസ്തു വിൽക്കാനും തുടങ്ങിയിട്ടില്ല. അതിനൊക്കെ എത്രയോ മുമ്പാണ്. അന്നൊക്കെ കാരണവന്മാർക്ക് മരുമക്കളെയും മരുമക്കൾക്ക് കാരണവന്മാരെയും വലിയ കാര്യമാണ്. ജീവനാംശത്തിനുള്ള വ്യവഹാരം തന്നെയില്ല. ഇന്ന് ഗൃഹഛിദ്രമില്ലാത്ത തറവാട് സെൻട്രൽ ജയിലൊഴികെ മഷി വെച്ച് നോക്കിയാൽ കൂടി ഒന്ന് കാണാൻ പ്രയാസമാണ്. കാരണസ്ഥാനം കിട്ടുമ്പോഴേക്ക് മുമ്പത്തെ കഥയൊക്കെ കേവലം മറന്നു തനിക്കു മാത്രമേ സകലത്തിനും അധികാരാവകാശങ്ങളുള്ളൂ എന്ന നിലയിൽ സലജ്ജോഹം നടിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ഗൃഹഛിദ്രം ഇല്ലാതിരിക്കുക എന്നും പറയണമല്ലോ. പണ്ടത്തെ നിലയൊക്കെ തെറ്റിപ്പോയി. ഇനി ഒന്നും പറഞ്ഞിട്ട് ഫലമില്ല. കാരണവന്മാർ കാലത്ത് കത്തിയും കല്ലും എടുക്കാമെന്ന് വെച്ചാൽ ഇത്ര നിന്ദ്യമായ പ്രവൃത്തി മറ്റൊന്നുമില്ല. ഇപ്പോഴ് കത്തിയും കല്ലുമില്ലാത്ത പരിഷ്കാരിയുണ്ടോ? ആ വക കഥകളൊക്കെ പിന്നൊരു സമയം പറയാം. അക്കാലം വയനാട്ടിൽ പോയാൽ പനിയും പിടിച്ച് പെരുത്ത് പണവും കൊണ്ടുവരാം. ഒന്നിനും ദുർഭിക്ഷമില്ലാത്ത ഒരു രാജ്യമാണെന്നേ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അന്ന് ഓരോ നാട്ടുപ്രമാണികൾ എഴുത്തച്ഛന്മാരെ വെച്ച് അതാതു ദിക്കിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്നല്ലാതെ ഗ്രാമസ്കൂളിൻ്റെ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് നന്ന ദുർലഭമാണ്. നാട്ടുകാർ തപാൽ മാർഗമായി കത്തുകൾ അയക്കുന്ന നടപടി തന്നെയില്ല. വർത്തമാന കടലാസും നടപ്പായിട്ടില്ല. എന്നാൽ കടലാസിൻ്റെ ആവശ്യം കാലോ അരയോ പറ്റിക്കാനായി നടക്കുന്ന ഒരു വക നുണയന്മാരെ കൊണ്ട് നിവർത്തിക്കും. വയനാട്ടിൽ പോയി വരാനുള്ള മാർഗ ദുർഘടവും ദുസ്സഹവുമാണ്. നാട്ടിലേക്കും വീട്ടിലേക്കും കൊള്ളാത്ത ഒരു വക വജ്രമടിയന്മാരെ വയനാട്ടിലേക്ക് അന്നും കൂലിപ്പണിക്ക് പോകുള്ളൂ. പോയിട്ടുള്ളവരിൽ ഇശിമുക്കാലും അവിടുത്തെ മണ്ണിൽ തന്നെ വളമായിട്ട് ചേരും. അന്നത്തെയും ഇന്നത്തെയും വയനാട് തമ്മിൽ എത്ര ഭേദമായി പോയി. അജഗജാന്തരം. അന്ന് വയനാട്ടിൽ പോയവനെ ഒന്ന് കാണുമ്പോൾ മനസ്സിലാക്കാം. മേലാസകലം നീര് വന്ന് വയറു വീങ്ങി കണ്ണു രണ്ടും ഇടുങ്ങി പിത്തം പിടിച്ച് ഒന്നിനും ചേഷ്ടയില്ലാതെ എല്ലായ്പ്പോഴും പനിയായിട്ടും കൊരയായിട്ടും കിടപ്പിൽ തന്നെ ആയിരിക്കും. ഇപ്പോഴ് വയനാട്ടിൽ ഇവിടത്തേക്കാൾ സുഖമില്ലെങ്കിലും ഒട്ടും കുറവില്ലെന്ന് തന്നെ പറയാം. നമ്മുടെ ഈ കഥ നടന്ന കാലത്ത് സായിപ്പന്മാർ കാപ്പിത്തോട്ടമുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായിട്ടില്ല. അന്ന് കാപ്പിക്ക് നല്ല വിലയുണ്ട്. എങ്കിലും ഇന്നത്തെ പോലെ കളവും പിടിച്ചു പറയും കാപ്പിക്ക് അത്ര ബന്ധവസ്തും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴ് നാഗരികത്വവും ദാരിദ്ര്യവും പരിഷ്കാരവും ഒക്കെ ചൂളപ്പൂ, അതായത് അരിപ്പൂ വർദ്ധിച്ചതുകൊണ്ടും നേരും മര്യാദയും ഒക്കെ എങ്ങോ നാട് പുറപ്പെട്ടു പോയി. അന്ന് ഒസ്യത്തുമില്ല, രജിസ്റ്ററുമില്ല. പറഞ്ഞതൊക്കെ പരമാർത്ഥവും എഴുതിയതൊക്കെ രജിസ്റ്ററുമായിരുന്നു. ഏതാണ്ട് ഇക്കാലത്തായിരുന്നു ഇതിലെ കഥാപുരുഷനായ പലേരി കേളു എന്നു പേരായ ഒരു ചെറുപ്പക്കാരൻ വയനാട്ടിലേക്ക് കടന്നുപോയത്. ഈ കേളു വടക്ക് ഒരു വലിയ പ്രമാണിയുടെ വെറ്റിലപ്പെട്ടിക്കാരനായിരുന്നു. തനിക്ക് ഉടപ്പിറന്നിട്ടോ ഇളയമ്മ മൂത്തമ്മ മക്കളായിട്ടോ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവന് നിശ്ചയവുമില്ല. ചെറുപ്പത്തിലെ തൻ്റെ യജമാനൻ്റെ കൂടെ തന്നെ ആയിരുന്നു. ഇന്നത്തെ പോലെ ആഴ്ചയ്ക്ക് 5 ബാല്യക്കാരെ മാറ്റുന്ന സമ്പ്രദായമൊന്നും അപ്പോഴില്ല. തേറിയോനെ മാറല്ല, മാറിയോനെ തേറല്ല എന്ന പഴമൊഴിക്കനുസരിച്ചേ യജമാനന്മാരും നടക്കുകയുള്ളൂ. കേളു വളരെ നേരും മര്യാദയും ഉള്ളവനാണെങ്കിലും എന്തോ എന്നറിഞ്ഞില്ല, യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനോട് ലവലേശം രസമുണ്ടായിരുന്നില്ല. കൂടെ വല്ല നുണയും പറഞ്ഞ്
അവനെ കണ്ടുകൂടാതെ കണ്ടാക്കും. സൂക്ഷ്മം പറയുകയാണെങ്കിൽ അന്നും അമ്മമാരെ കൊണ്ട് തന്നെയാണ് വാലിയക്കാർക്ക് വലിയ ഉപദ്രവം. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മാതിരിയിലുള്ള ഈ അമ്മയുടെ മത്സരം നിമിത്തം ഇനി ഇവിടെ താമസിക്കുന്നതല്ല വെടിപ്പ്. കാശിക്കോ രാമേശ്വരത്തോ എവിടെയെങ്കിലും ഭിക്ഷാന്തേഹിയായി നടന്നു കളയാമെന്ന് വെച്ച് ഒരു ദിവസം രാത്രി ഒരാളോടും ചോദിക്കാതെ, എന്നുവെച്ചാൽ കുഞ്ഞിയമ്മയുടെ ചെറുപ്പക്കാരിത്തിയായ ദാസിയോടുകൂടി ഒരു വാക്കു പറയാതെ അവൻ എങ്ങോട്ടോ കടന്നുപോയി. പിറ്റേന്ന് കാലത്തെ പതിവ് പ്രകാരം കേളു കേളു എന്ന് വിളിക്കുമ്പോൾ എന്ത് കേളു? അവൻ നേരെ വയനാട്ടിലേക്ക് ഗമിച്ചു. അമ്മയ്ക്ക് തൽക്കാലം ഉള്ളിൽ സന്തോഷമാണ് ഉണ്ടായതെങ്കിലും സാമാന്യം വകതിരിവുള്ള ആ ചെറുക്കൻ പോയല്ലോ എന്ന് വെച്ച് യജമാനന് കുറച്ച് കുണ്ഠിതമുണ്ടായി. കേളു കുറേയൊക്കെ പട്ടിണി കിടന്നു. ബുദ്ധിമുട്ടി എങ്ങനെയോ മാനന്തവാടിയിലെത്തി. ആദ്യം പാട്ടുമെങ്കിലും 5-6 മാസം കൂലിപ്രവൃത്തി എടുത്ത് അല്പവൃത്തി സമ്പാദിച്ചപ്പോൾ അവൻ്റെ ഒരു സായിപ്പിൻ്റെ തോട്ടത്തിലെ മേസ്ത്രിയായി നിശ്ചയിച്ചു. കേളുവിൻ്റെ നേരും മര്യാദയും പ്രവൃത്തിയിലുള്ള സാമർഥ്യവും ജോറും ഒക്കെ കണ്ടിട്ട് സായിപ്പിനും നല്ല തൃപ്തിയാണ് ഉണ്ടായത്. കൂലിക്കാരുടെ ശമ്പളത്തിൽ നിന്ന് 10-ന് 2 എടുക്കുക, ചിലർക്ക് ഒന്നും കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഉരുട്ടും പിരട്ടും ഒന്നുമില്ലാത്തതുകൊണ്ട് അവർക്കും വലിയ വിശ്വാസത്തിലാണ്. അവിടെന്നും കുറേ കാലം കഴിഞ്ഞപ്പോൾ മേസ്ത്രി സ്ഥാനം വിട്ട് ചില്ലറ കരാറുകാരനായി. എടയെടെ തൻ്റെ സായിപ്പും വേണ്ടുന്ന വണ്ണം പണം സഹായിക്കും. സായിപ്പന്മാർക്ക് അങ്ങനെയാണല്ലോ. ഒരുത്തിനെ സ്നേഹിച്ചാൽ അവനു വേണ്ടി എന്തും ചെയ്യും. എന്തിനധികം പറയുന്നു, സ്ത്രീണാഞ്ച ചിത്തം പുരുഷസ്യ ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ 6-7 കൊല്ലം കൊണ്ട് അവൻ 7,000 ഉറുപ്പിക സമ്പാദിച്ചു. വയനാട്ടിൽ തന്നെ ഒരു സംബന്ധവും കഴിച്ചു. 4-5 മക്കളുമായി. അങ്ങനെ 6-7 കൊല്ലം ഭാര്യ മക്കളോടുകൂടി ഒന്നിനും ഒരാലസ്യമില്ലാതെ ഒരുവിധം സുഖമായിട്ടിരിക്കുമ്പോഴാണ് കേളുവിന് കലശലായ ഒരു പനി ഉണ്ടായത്. വയനാട്ടിൽ ആർക്കെങ്കിലും രോഗം പിടിച്ചാൽ മരിക്കുകയല്ലാതെ നേരാവണ്ണം ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ള സമ്പ്രദായമേ ഇല്ല. ആദ്യം അജീർണപ്പനിയാണെന്ന് വെച്ചു തള്ളും. 2 ദിവസം കഴിഞ്ഞാൽ ബന്ധപ്പെടാനില്ല, നവജ്വരം കഴിയട്ടെ എന്നാവും. അതിനിടയ്ക്ക് സന്നി കയറി മരിച്ചുവെങ്കിലോ പിന്നെയൊന്നും വേണ്ടല്ലോ. ജീവശേഷത്തിന് പ്രഭാവം കൊണ്ട് നവജ്വരവും കഴിഞ്ഞാൽ ഷടങ്ക കഷായം വെച്ച് കൊടുക്കും. അതുകൊണ്ട് ഒന്നുമായില്ലെന്ന് കണ്ടാൽ ദശമൂല ദുരാലഭാതി കഷായം വയ്ക്കും. ആ ദിക്കിൽ അതിലത്ര പരിചയമുള്ള വൈദ്യന്മാരും കുറയും. അത്രമിത്ര ന വസ്തവ്യം യത്ര നാസ്തി ചതുഷ്ടയം ഋണദാതാ ച വൈദ്യശ്ച ശ്രോതി യസ്സ ജലാ നദി എന്ന പ്രമാണം നോക്കുകയാണെങ്കിൽ വയനാട്ടിൽ താമസിക്കാനേ കൊള്ളരുത്. കേളു നമ്പ്യാരുടെ പണമുണ്ടാവുമ്പോൾ ഒന്നുമില്ലാത്തവൻ നായരാവുന്നതും നായർ നമ്പ്യാരാകുന്നതും എമ്പ്രാൻ നമ്പൂതിരിയാവുന്നതും ഇപ്പോഴ് അസാധാരണമല്ലല്ലോ. പക്ഷേ സർക്കാരിൻ്റെ ദയ ഉണ്ടായിട്ട് ഇപ്പോഴ് സ്ഥാനമാനങ്ങൾക്ക് അത്രയല്ലേ വിലയും ഉള്ളൂ. അതങ്ങനെ ഇരിക്കട്ടെ. കേളു നമ്പ്യാരുടെ ദീനം അതിക്രമമാണ്. ഇനി ഈ അളവിൽ തീർച്ചയായി ഇങ്ങട്ടില്ലെന്ന് കണ്ടപ്പോൾ ശേഷക്കാർക്ക് വല്ല സൽക്കർമ്മവും ചെയ്താൽ കൊള്ളാമെന്നായി. അതിന് ബ്രാഹ്മണരാണല്ലോ വേണ്ടത്. എന്താ നിവർത്തി? ഈശ്വരാധീനം കൊണ്ട് അവരും കാക്കയും എത്താത്ത നാടില്ലല്ലോ. തിരുനെല്ലിൽ നിന്ന് ആജീവനാന്തം ചാത്തവും പിണ്ഡവും ഉണ്ട് നിവർത്തിക്കുന്ന ചില മഹാബ്രാഹ്മണരെ വരുത്തി ചുരുങ്ങിയിട്ടൊരു ദശദാനത്തിനും ദീപദാനത്തിനും വട്ടം കൂട്ടി. മുഴുവനും മുറിയും ഒന്നും അറിയില്ല, എല്ലാം അറിയാം എന്നുള്ള നിലയിൽ ചില ഒറ്റ ശ്ലോകങ്ങളും കീർത്തനങ്ങളും മൂളൻ പാട്ടും ഒക്കെ അവിടെന്നും ഇവിടെന്നും കേട്ടുപഠിച്ച വലിയ മുണ്ടും തോർത്തുമായി കണ്ട ദിക്കിലൊക്കെ ചെന്ന മഹാരാജ ശ്രീമൻ ജഗതി യശസ്സിതേ ധവളിതേ എന്നൊക്കെ ചൊല്ലി മരുമകൾക്ക് ഒരു കല്യാണമുണ്ട്, വല്ലതും സഹായിക്കണം, കുറേ കടത്തിൽ വലഞ്ഞുപോയി, ഒരു സഹായക്കുറിക്ക് ചേരണം, പണ്ടേ നിങ്ങളുടെ കാരണവന്മാരും ഞങ്ങളുടെ കാരണവന്മാരും വലിയ വിശ്വാസത്തിലാണ്, ഞങ്ങൾക്ക് മറ്റൊരാശ്രയമില്ല എന്നിങ്ങനെ പലതും പറഞ്ഞ് വല്ലതും പറ്റിക്കാനായി നടക്കുന്ന രസികന്മാർ അന്നും ധാരാളമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വിദ്വാൻ
സംഗതി വശാൽ മാനന്തവാടിക്ക് പോകുമ്പോഴാണ് നമ്പ്യാരുടെ ദാനവും മേടിച്ച് മടങ്ങി വരുന്ന പട്ടന്മാരിലൊരാൾ അദ്ദേഹത്തിൻ്റെ വിവരമൊക്കെ ഈ ആളോട് പറഞ്ഞത്. ഇത് നല്ല തരം, നാട്ടിൽ നിന്ന് കിഴിയുമ്പോൾ തന്നെ ഒരു കുറുക്കനാണല്ലോ ശകുനം. തരക്കേടില്ല, എൻ്റെ പെരുമാളെ, കാര്യം സാധിച്ചുവെങ്കിൽ 16 പണത്തിന് ഒരു നെയ്യമൃത് ഒപ്പിക്കാമെന്നും പ്രാർത്ഥിച്ച് ആരോടും ഒന്നും പറയാതെ നേരെ നമ്പ്യാരുടെ വീട്ടിൽ ചെന്നു. ക്ഷണത്തിൽ മൂപ്പര് കിടക്കുന്ന മുറിയിൽ പോയി വളരെ വ്യസന പാരവശ്യത്തോടു കൂടി, ഉയ് എൻ്റെ അമ്മോമ്മ, ഇത്രയൊക്കെ വൈഷമ്യമാണെന്ന് ആരറിഞ്ഞു? കാരണവന്മാരോട് മുഷിഞ്ഞിട്ട് നിങ്ങളെന്തിനാ ഈ നോക്കിയാൽ കണ്ണെത്താത്ത നാട്ടിൽ കിടന്നു മരിക്കുന്നത് എന്നൊക്കെ നിലവിളി കൂട്ടി. ഭാര്യ മക്കൾ വയനാട്ടിൽ നിന്നും പുറത്തു പോവാത്ത കൂട്ടരാണ്. ഈ വക തഞ്ചവും തക്കിടിയും ഒന്നും അവർക്ക് നിശ്ചയമില്ല. അവർ പരമാർത്ഥമായിട്ടും ഈ ആൾ നമ്പ്യാരുടെ മരുമകനാണെന്ന് തന്നെ വിശ്വസിച്ചു. എന്നാൽ 10-15 കൊല്ലമായി ഒരാളും അവകാശികളായി വന്നില്ലെന്നല്ല, തനിക്കാരും ഇല്ലെന്ന് തന്നെ നമ്പ്യാർ പറഞ്ഞിട്ടുമുണ്ട്. ഗ്രഹചാരത്തിന് ഇതൊന്നും അവർ ഓർത്തതുമില്ല. അഥവാ ഓർത്താലും അതിസമർത്ഥനായ ആ മാരീചൻ കാര്യം പറ്റിക്കും. പണമുണ്ടായാലും പോരല്ലോ, അനുഭവിക്കാനും വേണം ഭാഗ്യം. 3/4 പൈസയ്ക്ക് ചൂണ്ടിപ്പണത്തിന് കൂടി വകയില്ലാത്ത കൂട്ടര് പകിട്ടുകൊണ്ട് തന്നെ ആരാൻ്റേത് തിന്ന് നിവർത്തിച്ച് ധാർഷ്ട്യം നടിക്കുന്നതാണ് ഭാഗ്യമെങ്കിൽ അങ്ങനെ ലജ്ജയില്ലാത്ത വഹക്കാർ ഇപ്പോൾ ദുർലഭമല്ല. നമ്പ്യാർ ഇപ്പോഴും മരിക്കും, മുതലൊക്കെ ഈ വിദ്വാൻ പറ്റിക്കും. എനിക്കും കുട്ടികൾക്കും എന്താണ് ഈശ്വര ഗതി എന്നിങ്ങനെ ഓരോന്ന് വിചാരിച്ച് ഭാര്യ വലിയ പരിഭ്രമത്തിലാണെന്ന് നമ്പ്യാർക്കും ഏതാണ്ട് മനസ്സിലായി. പക്ഷേ ശ്വാസത്തിൻ്റെ ഗോഷ്ഠി നിമിത്തം തനിക്ക് നാവെടുത്ത് അധികം സംസാരിക്കാനും വഹിയ. ആകപ്പാടെ വലിയ വിഷണ്ണനായി. ഭാര്യ മക്കളെ കയ്യാങ്ക്യം കൊണ്ട് മെല്ലെ അടുത്തു വിളിച്ചു. അപ്പോഴേക്കും ശ്വാസത്തിൻ്റെ ഗതി പിന്നെയും ഒന്ന് മാറി. തമകൻ ഇളകി. താക്കോൽ കൊടുക്കേണ്ടുന്ന ദിക്കിലായി. അവരടുത്തു ചെന്നപ്പോൾ, ഈ കള്ളൻ്റെ ചതി അറിവാൻ മാത്രം നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്നോ മറ്റോ പറവാൻ ഭാവിച്ചത് ശ്വാസത്തിൻ്റെ ഉപദ്രവം കൊണ്ട് പുത്തിയില്ലേ എന്നായിപ്പോയി. അത് കേട്ട ഉടനെ വളരെ അനുതാപം നടിച്ച് കരഞ്ഞും കൊണ്ടിരിക്കുന്ന ആ രസികൻ, ഉണ്ടമ്മോമ, ഉണ്ട്. എൻ്റെ അമ്മോമ്മന് കുടുംബങ്ങളോട് എന്ത് വാത്സല്യമാണ്. 10-15 കൊല്ലമായില്ലേ വീട്ടിൽ നിന്ന് പോന്നിട്ട്. ആരെയും മറന്നിട്ടില്ല എൻ്റെ മോമൻ. കേട്ടില്ല അമ്മായിമ്മേ, പുത്തിയെയാണിപ്പോഴും ചോദിച്ചത്. അമ്മോമ്മൻ്റെ നേരെ ഉടപ്പിറന്നവളാണ് എന്നിങ്ങനെ കണ്ണീന്നും മൂക്കീന്നും വെള്ളം ഒലിപ്പിച്ചും കൊണ്ട് പിന്നെയും, പുത്തിയുണ്ട് അമ്മോമ്മ, പുത്തിയുമുണ്ട്, പുത്തിപ്പെട്ട് 4-5 മക്കളുമായി എന്നൊച്ചത്തിൽ പറഞ്ഞു. അപ്പോഴേക്ക് മറ്റേയാളുടെ ധനാശി പാടി തേങ്ങ ഉടക്കേണ്ടുന്ന പാകത്തിലായിരിക്കുന്നു. പിന്നെ എന്താ പറയേണ്ടത്? അമ്മായി അമ്മയെ പറഞ്ഞയച്ചിട്ട് വേണമല്ലോ ശവം എടുക്കുവാൻ. ഭാര്യയെ അപ്പോഴു തന്നെ തലയിൽ തുണിയുമിട്ട് വടക്കേ പുറത്തേക്ക് പറഞ്ഞയച്ചു. ഉടുക്കാൻ മുണ്ടുകൂടിയില്ലാതെ കടം മേടിച്ചു നിവർത്തിക്കുന്ന കള്ളൻ മുതലുടമയുമായി. എത്രയോ ബുദ്ധിമുട്ടി ലാളിച്ചു വളർത്തി തനിക്ക് ഉപകാരത്തിനെത്തിയ ഭാര്യ മക്കൾക്കോ നേരെ ഉടപ്പിറന്നവർക്കോ യാതൊരവകാശവുമില്ലാതെ, കേവലം ഇങ്ങനെയല്ലെങ്കിലും തൻ്റെ ജീവദശയിൽ കാണുകയും കേൾക്കുകയും കൂടി ചെയ്യാതെ ഒരു തറവാട്ടിലാണെന്നും പറഞ്ഞ് എത്ര ആളുകൾ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട്. ഇതാണ് ഒരു പൊട്ടഭാഗ്യം എന്ന് പറഞ്ഞ കഥ. ഈ കഥയിൽ നിന്ന് പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പുത്തിയുമുണ്ട്, പുത്തിപ്പെറ്റ് 4-5 മക്കളുമായി, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭാഷണം ഏത് കഥയിലേത്? ഒരു പൊട്ടഭാഗ്യം എന്ന കഥ ഏത്? ഇതിൻ്റെ സംഗ്രഹം തന്നിട്ട് ഈ കഥ ആരെഴുതി? കേളു എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്ന ആദ്യകാല കഥ ഏത്? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഒരു പൊട്ടഭാഗ്യം എന്ന കഥയുമായി ബന്ധപ്പെട്ട് പല പരീക്ഷകളിലും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ UGC നെറ്റിന് ചോദിച്ച മുൻകാല ചോദ്യങ്ങളാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.